ഹലോ നമസ്കാരം. നമ്മളിന്ന് ആലുവയിൽ നിന്ന് ചെട്ടിനാട് ഒരു യാത്ര പോവാണ്. ആലുവയിൽ നിന്ന് മധുരയിലോട്ടുള്ള അമൃത എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ യാത്ര. 550 രൂപ വരുന്ന തേർഡ് AC-യിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. രാവിലെ 10:30 നമ്മൾ മധുരയിലെത്തും. മധുരയിൽ നിന്ന് ഞങ്ങളൊരു റെൻ്റേ കാറാണ് എടുത്തിരുന്നത്. റെൻ്റേ കാർ എടുത്ത് ഞങ്ങൾ ഓൺ ദ വേയിൽ ഭക്ഷണം കഴിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഏകദേശം നമ്മൾ ഒരു 1-1:30 ആകുമ്പോൾ നമ്മൾ കനാടുകാത്തൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. കനാടുകാത്തനിലെ വിശാലം, അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. വിശാലം എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ളൊരു മാൻഷൻ തന്നെയാണ്. ഏകദേശം 1200 വർഷത്തോളം പഴക്കമുള്ള ഈ മാൻഷൻ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾ ഇത്തിരി ലേറ്റായി. ഏകദേശം 11:30-12 മണിക്കാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞിരുന്നത്. തമിഴ്നാട്ടുകാരുടെ ആതിഥ്യ മര്യാദ പറയണ്ടല്ലോ. അവർ ഞങ്ങൾക്ക് ആരതി ഒഴിയാനായിട്ട് ഞങ്ങളെ നിർത്തി 3 പ്രാവശ്യം വട്ടം വെച്ച് എന്നിട്ട് ഞങ്ങൾക്ക് പുട്ടൊക്കെ തൊട്ട് തന്നു. സമൃദ്ധിക്ക് അവിടെ നിന്ന് കുറച്ച് വളയും കാര്യങ്ങളൊക്കെ കിട്ടി, അഖിലേക്കും കിട്ടി. അത് കഴിഞ്ഞ് എനിക്കൊരു മുണ്ട് പോലത്തെ ഒരു സാധനം തന്നു. കയറി വന്നപ്പോൾ തന്നെ നല്ല ചൂടാണ് തമിഴ്നാട്. നല്ല തണുത്ത ജവാദിൻ്റെ മണമുള്ള കോൾഡ് ടവല്, പിന്നെ കുടിക്കാൻ ശകലം ഈ കാണുന്ന പാനകവും. പാനകം എന്ന് പറഞ്ഞാൽ അതിൽ ശർക്കരയും നാരങ്ങയും കൂടെ പിഴിഞ്ഞ ഒരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും താക്കോലെത്തി. സമൃദ്ധി ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കുഞ്ഞു സമൃദ്ധിക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എടുത്തു താക്കോൽ. ഇതാണ് നമ്മുടെ റൂമിന്റെ താക്കോൽ. താക്കോൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ റൂമിൽ പോകുന്ന വഴിക്ക് ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് എല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണ് രാമനാഥ ചെട്ടിയാരുടെ ഫോട്ടോയാണ്. ഈ രാമനാഥ ചെട്ടിയാർ തൻ്റെ മകളായ വിശാലലക്ഷ്മിക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണ് ഈ കാണുന്ന വിശാലം. അപ്പോൾ വിശാലം എന്ന് പറയുന്ന ആളിനെ കാണണമല്ലോ. നമ്മൾ ഈ ചുമരിലോട്ട് വരുമ്പോൾ ഈ കാണുന്ന ആളാണ് വിശാലം. പുള്ളിക്കാരിയുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ അച്ഛൻ പണി കഴിപ്പിച്ച ഗംഭീര മാൻഷനാണിത്. പിന്നെ ഇവിടുത്തെ ഓരോ തടിയുടെ പണികളായാലും തറയിലുള്ള പണിയാണെങ്കിലും എല്ലാം 100-110 വർഷത്തിന് മേലെ ആയി എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ ഈ വഴിയിലൂടെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിവിശാലമായിട്ടുള്ളൊരു ഗാർഡൻ കാണാം. നിറച്ച് ബൊഗൈൻവില്ല വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂൾ ഏരിയയിൽ പോകാം. ഇവിടുത്തെ പൂള് ഒരു 1.5 പൂളാണ് കേട്ടോ. ഇതിന് ചുറ്റും നിറച്ച് ബൊഗൈൻവില്ലയൊക്കെ വെച്ച് ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളൊരു പൂളാണ്. അപ്പോൾ പൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൂള് നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പൂളാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ കിച്ചണും വരുന്നത്. പൂളിൽ ക്ഷീണിക്കുമ്പോൾ കിച്ചണിലോട്ട് പോയി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആവാലും. പിന്നെ കിച്ചണിൽ വരുമ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള പല പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറ്, ലഞ്ച് എല്ലാം ഇവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇതുണ്ട്, കോലമൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. അത് തമിഴ്നാടുകാരുടെ ഒരു കൾച്ചറാണല്ലോ. നല്ല അതിവിശാലമായിട്ടുള്ളൊരു ഗാർഡനും ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളിൽ നമ്മൾ വന്നപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പല ആത്താൻകുടി ടൈൽസിൻ്റെ കുറച്ച് ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഒരു വില്ലേജ് വാക്കുണ്ട്. അപ്പോൾ അതിന് റെഡി ആവണം. നമുക്ക് റൂം നോക്കാം. റൂമെന്ന് പറയുന്നത് വിശാലമായിട്ടുള്ളൊരു റൂമാണ് വിശാലത്തിലുള്ളത്. പിന്നെ ഇതിൻ്റെ ടൈൽസ് കണ്ടോ, ടൈൽസ് എല്ലാം ആത്താൻകുടി ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുമരാണെങ്കിൽ കക്ക ഇല്ലേ, നമ്മുടെ കക്കയും മുട്ടയുടെ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ചുമരും ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് തൊട്ടുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. ഈവൻ AC പോലും വേണ്ടെന്നാണ് അവർ പറയുന്നത്. അത്രയും എപ്പോഴും തണുപ്പായിരിക്കും. തണുപ്പ് ഉള്ളിൽ തന്നെ നിൽക്കും. പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഗാർഡൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. രാവിലെ ആകുമ്പോൾ നിറച്ച് കിളികളൊക്കെ വരുമായിരിക്കും. നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റും ബാത്റൂം വരുന്നത്. അതും നല്ല സൂപ്പറായിരുന്നു. പ്രീമിയം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹാൻഡ് വാഷും ബോഡി ലോഷനും പിന്നെ കോമ്പ്, ബ്രഷ്, ടവൽസ്, ബാത്ത് ഇതെല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു കോംപ്ലിമെൻ്ററി ആയിട്ട്.
അപ്പോൾ ഇനി നമ്മൾ വില്ലേജ് വാക്കിന് പോകുന്നതിന് മുമ്പ് ഒരു കുളി കുളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പൂളിലോട്ട് പോവാണ്. സമൃദ്ധിയുടെ ഫസ്റ്റ് പൂൾ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവള്. പിന്നെ അവിടെ തന്നെ നമുക്ക് പൂളിൽ കുറേ ഇങ്ങനെ ഈ ഇൻഫ്ലേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ശക്തിമാനും സമൃദ്ധിയും ഒരു ബലൂണിൽ കയറിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അവൾക്ക് സത്യം പറഞ്ഞാൽ വേറെ ആരും ഹെൽപ്പ് ചെയ്യണ്ട, പുള്ളിക്കാരൻ നീന്തിക്കോളാമെന്നാണ് പുള്ളിക്കാരി പറയണത്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ബോളൊക്കെ വെച്ച് കളിച്ചു. ചെറിയ ഒരു മഴയ്ക്ക് സാധ്യത ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു. ചിലയിടത്ത് ഇങ്ങനെ ഒരു മേഘാവൃതമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഡ്രസ്സ് ചെയ്ത് വില്ലേജ് വാക്കിന് റെഡി ആവണം. ഇതിൻ്റെ പരിസരത്ത് ഒരു കാട് പോലും ഇല്ല, പക്ഷെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് ഇവിടെ. അപ്പോഴത്തേക്കും നമ്മുടെ ടീ സ്നാക്സ് ഒക്കെ റെഡിയായി. ഇതിൻ്റെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയുടെ സൈഡിൽ തന്നെ ഒരു ചായത്തട്ട് പോലത്തെ ഒരു സാധനത്തിൽ ചായ നമുക്ക് തരും. ചായയും കോഫി എല്ലാം ഉണ്ട്, പാല് ഒക്കെ തരും. ഇവിടുത്തെ മുറുക്ക്, ചെട്ടിനാട് എന്ന് പറയുന്നത് സ്നാക്സിൻ്റെ പേര് കേട്ട സ്ഥലമാണ്. അത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച മുറുക്ക്, അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ ഇതിവരുടെ അടുത്ത് തന്നെ ഇതിൻ്റെ മേക്കിംഗ് പ്ലേസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങോട്ട് പോകണം. നമ്മൾ റെഡിയായി. അങ്ങനെ അവർക്ക് കൂടെ വരുന്നവർക്ക് വേണ്ടി കൂടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ വിശാലത്തിൻ്റെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ റെഡിയായി നിന്നു. മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, എന്തായാലും നോക്കാം. പക്ഷെ സംഭവിച്ചതുപോലെ തന്നെ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അതാണ് പറയാൻ, മഴ പെയ്തു. അങ്ങനെ വില്ലേജ് വാക്കൊക്കെ കണക്കായിരുന്നു. പിന്നെ നമുക്ക് കുറേ വീടുകൾ മീൻസ് മാൻഷൻസ്, ഒരുപാട് ഇഷ്ടം പോലെ മാൻഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് ഇങ്ങനെ നടക്കാം. ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ കൂടെ വന്നവരാ. അത് അടിപൊളി മാൻഷൻസ്. ഇതെല്ലാം 100-300 വർഷങ്ങൾ പഴക്കമുള്ള മാൻഷൻസ് ആണ്. ഇതൊരു റിസോർട്ട് ആണ്, ലോട്ടസിൻ്റെ അടുത്തുള്ള ഒരു ലോട്ടസ് ആണ് റിസോർട്ടിൻ്റെ പേര്. ഇപ്പോൾ ഇതും ഒരു മാൻഷനാണ്. അങ്ങനെ ഇഷ്ടംപോലെ മാൻഷൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെ കുറേ ഒരു മണിക്കൂറോളം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ നമ്മുടെ കണ്ട കോട്ടയാടൊക്കെ ഫുള്ള് മഴവെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുക. നല്ല ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. സമയം ഏകദേശം 7 മണി ഒക്കെ ആവാറായി. ഒരു സൈലൻസ്. ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്താണ് പ്രസിദ്ധമായിട്ടുള്ള പിള്ളയാർപ്പട്ടി ക്ഷേത്രം. ഇവിടുന്ന് ഏകദേശം ഒരു 17 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകും. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം 8-9 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെട്ടിനാട് മെസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല സൂപ്പർ ദോശയും പിന്നെ മുട്ടക്കലക്കിയും സാലനയൊക്കെ പിടിച്ച് സാമ്പാർ ഒക്കെ വെച്ചിട്ടൊരു അടിപൊളി ഡിന്നറും കഴിച്ച് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു.